ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി കുക്കറിനകത്ത് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വേകുന്ന സമയം കൊണ്ട് 2 സവാള അരിഞ്ഞെടുത്ത് തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് അതിലേക്ക് സവാള അരിഞ്ഞതും കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കാം. ഇത് വേകുന്ന സമയത്തിന് നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്തോന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് ഇതിൽ ട്വിസ്റ്റ് ഇരിക്കണത്. ഉരുളക്കിഴങ്ങ് വേകാനായിട്ട് നല്ല പാടായിരുന്നു കേട്ടോ. പിന്നെ എന്ത് ചെയ്യാം, തൊലി എടുത്തപ്പോഴേ എനിക്ക് തോന്നി വേവില്ലെന്ന്. അതിനരിഞ്ഞെടുത്ത് വേവിക്കാനായിട്ട് വെച്ചിരുന്ന സവാളയില്ലേ, അതിൽ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് ഈ പകുതി വെന്ത ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടി വേവിക്കാനായിട്ട് വെച്ചേ. അപ്പാടെ അവശേഷിച്ച് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് കുരുമുളക് പൊടി 1 തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തിളപ്പിക്കാതെ എടുക്കണം. വേവാൻ പാടുള്ള ഉരുളക്കിഴങ്ങും തട്ടിക്കൂട്ട് സ്റ്റൂ ആണെങ്കിൽ പോലും ചപ്പാത്തിയിലൂടെ അവൻ സൂപ്പറായിരുന്നു കേട്ടോ.